എങ്ങനെ ഉണ്ടായിരുന്നു വിഭവസമൃദ്ധമായ സദ്യ? വിഭവസമൃദ്ധമായ സദ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ രസം എന്തുവായിരുന്നു? മധുരം വാരിയാൻ കിട്ടേക്കുന്നു. രസം മാത്രോ? ആ ക്യാരറ്റ് തോരനും ബീട്രൂട്ട് തോരനും എന്തുവായിരുന്നു? ആ ബീട്രൂട്ട് മെഴുക്കുരട്ടി, അയ്യോ കുരുമുളകി കുളിച്ചടക്കിയിരുന്നത്. ചേട്ടാ എന്നാൽ ഇങ്ങനത്തെ പണി തരാവോ? ഇടി നമുക്ക് പണി തരുന്നല്ല, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കണതാണ്. ആരാരോട് പറഞ്ഞോണ്ടെന്ന്? അത് തന്നെ, അവരങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കണതൊക്കെ അനുഭവിക്കണം നമ്മളും. ഇത്ര കഷ്ടമാണെന്നാണ്. അല്ലടാ കേശുവേ, ഇവരുണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കൂലേ? ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ കളി. ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുന്നവരെ മറ്റൊരാൾ ശ്രദ്ധിച്ചോണ്ടിരിക്കും. ആ ഉണ്ടാക്കുന്ന ആളുടെ കണ്ണ് തെറ്റുമ്പോ ഉപ്പും പഞ്ചസാരയും മാറിയും ഇടും. ശരി, കഴിച്ച പാതി കഴിക്കാത്ത പാതി എല്ലാരും മുങ്ങിക്കളഞ്ഞല്ലേ? മൊത്തം ഇരുന്ന് കഴിച്ചത് ഞാനാ. ഗംഭീരായിരുന്നു. അയ്യോ, എന്തേലും തിരിച്ചു പറയാൻ പറ്റുമോ? കഴിമോനെ കഴിമോനെ എന്നൊക്കെ പറയുമല്ലേ? ഇത് വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ ആദ്യമേ നൈസിലും കൂരിയത്. എന്നിട്ടും കുറച്ച് കഴിച്ചപ്പോ തന്നെ എന്റെ പൊന്നാളിയാ. കേശുവേ, നമ്മള് കഴിച്ചോണ്ടിരുന്നിട്ട് നമ്മളെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ലാന്ന് മനസ്സിലായിട്ട് ഇവരെന്താ ചോദിക്കാത്തത്? എങ്ങനെ ചോദിക്കും? ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അളയാ, ഇത് സംഭവം എന്താണെന്നറിയോ? നമ്മൾ ഒരാൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോ മറ്റേ ആൾ അപ്പുറത്ത് നിന്ന് നൈസിൽ ചിരിക്കും. അതേ സ്ഥാനത്ത് ഇപ്പുറത്തെ ആൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോ അപ്പുറത്തെ ആൾ അവിടെ നിന്ന് ചിരിക്കും. ഇത് അവരുടെ വിചാരം എന്ന് പറഞ്ഞാല്, കണ്ടാ അവളുണ്ടാക്കിയ ഫുഡൊന്നും കൊള്ളൂല്ല, നമ്മളുണ്ടാക്കിയ ഫുഡാണ് നല്ലത്, ടോപ്പെന്ന്. പക്ഷെ അനുഭവിക്കണ നമ്മളാണ്. இன்னைக்கு நான் சமைச்சது எல்லாமே உங்களுக்கு ரொம்ப பிடிச்சதுன்னு நான் நினைக்கிறேன். பிரமாதம். இந்த பழஞ்சம் பாஜக ரீதியெல்லாம் மாத்த வேண்ட டைம் எப்பவோ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. പഴഞ്ചം പാചക രീതിയുടെ ഗുണമൊക്കെ ഇന്നവരറിഞ്ഞായിരുന്നു. ഓരോരുത്തരുണ്ടാക്കിയത് കഴിച്ചിട്ടേ പിള്ളേരുടെ ഊപ്പാട് വരുവായിരുന്നു. அவங்க ஏதாவது சொல்லிட்டு போட்டும், நீங்க இந்த பாயசத்தை குடிச்சு பாருங்க. ആന്റി ഇത് കൊണ്ടുവരുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്തായിരുന്നോ? പിന്നെ പാറു, 2 വാട്ടി ടേസ്റ്റ് பண்ணேனே. എന്നിട്ട് ടേസ്റ്റ് എന്തുവായിരുന്നു? என்னடா பாயசம் மதுரமா இருந்தது. കണ്ടിപ്പാ. പിന്നടളിയാ ഇന്ന് പൊളിച്ചടുക്കും ഞാൻ. ഇത്ര നേരം കഴിച്ചതിന്റെ എഫക്ട് ഇതിയാണ് തീർക്കാൻ. ഉണ്ടാക്കി വച്ചേക്കണേത് ആളെ കൊല്ലാൻ നോക്കടാ. ഇത്ര നേരം മിണ്ടായിരുന്നപ്പോൾ തന്നെ എന്നടാ ഇത് ഉപ്പ്? പായസത്തിലെ ഉപ്പിട്ട് വെച്ചേക്കുന്നു. വല്ല ബോധം ഉണ്ടോ? രണ്ടുപേരും കുടിച്ചു വന്നിട്ട് ഇവിടുന്ന് പോയാ മതി. അതെ, കുടിയാ മുമ്പ് സ്നേഹത്തോടെ കുടി. കുടിച്ച് തീർത്തിട്ട് 2 എണ്ണം എനിക്ക് വേണ്ട. എനക്കും വേണ്ടപ്പാ. അയ്യോ, ഇനി ഇങ്ങനത്തെ അടുക്കള വഴക്കോട്ടുമല്ലോ മമ്മ. ഇങ്ങനെ